അസ്സലാമു അലൈക്കും. റമദാൻ ചിന്തകളുടെ 16-ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും പുറമെ ചിരിക്കാറുണ്ട്, പക്ഷേ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള അസൂയ ഒളിപ്പിച്ചു വെക്കുന്നു. മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹം ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അസൂയ. ഈ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ അസൂയ നമ്മുടെ നന്മകളെ നശിപ്പിച്ചു കളയും. പുറമെ വലിയ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോഴും ഉള്ളിൽ അസൂയുള്ളവനെന്ന് അസ്വസ്ഥനായിരിക്കും. അള്ളാഹു ഓരോരുത്തർക്കും നൽകിയ വിഹിതത്തിൽ നാം സംതൃപ്തരാകണം. സോഷ്യൽ മീഡിയയിലെ കാഴ്ചകൾ കണ്ട് മറ്റുള്ളവരുടെ അസൂയപ്പെടുന്നത് ഇനി പതിവായിരിക്കുന്നു. അതുപോലെ ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ പാരയും അസൂയയും മനസ്സിൽ ശത്രുത സൂക്ഷിക്കുന്നവരും നമ്മൾക്ക് ചുറ്റും കാണാം. ഇത് മനസ്സിനെ ബാധിക്കുന്ന വലിയൊരു രോഗമാണ്. ഇതിൽ നിന്ന് നാം മുക്തി നേടണം. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പഠിക്കുമ്പോഴാണ് മനസ്സിന് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. മറ്റൊരാൾക്ക് ഒരു നന്മ ലഭിക്കുമ്പോൾ അവർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ റമദാനിൽ നമ്മുടെ മനസ്സുകളെ അസൂയയിൽ നിന്ന് ശുദ്ധീകരിക്കാം. ആരോട്ടും അസൂയയില്ലാതെ, തമ്മിൽ പാരവെക്കാതെ, സ്നേഹത്തോടെ, നല്ല മനസ്സോടെ ജീവിക്കാം. ഈ നല്ല സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കുക. പരസ്പരം സ്നേഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാം. അള്ളാഹു നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കട്ടെ, നന്മകൾ വർദ്ധിക്കട്ടെ. നാളെ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.